പോവാമെന്ന് വിചാരിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. റൂഹിയുടെ ടോയ്സ് കണ്ടോ, ജസ്റ്റ് ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ്. ഇത് നോർമലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം ഇവിടെ സമയം 8:30 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ദോശയുടെ മാവ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്നു. പക്ഷേ ദോശയുടെ മാവ് കുറവായിരുന്നു. അപ്പം റൂഹിക്ക് ഞാൻ കുട്ടി ദോശ ഉണ്ടാക്കി കൊടുത്തു. അത് കുറച്ച് കഴിച്ചു. പിന്നെ ചപ്പാത്തിയുണ്ട്, അത് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ കുറച്ച് ചെറിയ ഗ്രോസറി പർച്ചേസും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. നോർമലി ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും റൂഹിനെ ഞാനൊന്ന് തുടപ്പിക്കും ഇവിടെ. എന്നിട്ട് തുടപ്പിച്ചിട്ട് ഇതുപോലെ റോംബറൊക്കെ ഇടി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് 9 മണി 9:30 ആ സമയത്തേക്കൊന്ന് പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ നടക്കും, പാർക്കിൽ പോയി നടക്കും. പിന്നെ എന്തെങ്കിലും സാധനം മേടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് മോളിലോ പോവോ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചിങ്ങി വരും. ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. റൂഹി ആ സമയത്ത് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ തിരിച്ചു വരും. ഉറങ്ങിയായിരിക്കും മെയിനായിട്ട് വരുന്നത്. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് കിടത്തിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ജോലികൾ കാണുമല്ലോ, ഈ വക ജോലികൾ കാണുമല്ലോ, ഇതെല്ലാം എടുത്ത് തീർത്ത് സെറ്റ് ചെയ്യും. അപ്പം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഐ ലവ് ഷേപ്പ് ഫോട്ടോ ഒന്നും എടുത്തില്ല, പക്ഷെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവരുടെ പ്രൈവസി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പോകില്ല. ഓൾമോസ്റ്റ് 3 years ആയിട്ട് ഞാൻ ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ ഐറ്റംസും മേടിക്കാറുള്ളത്. കുട്ടി ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി നമ്മളിവിടെ ഹെസ്വൽ സിറ്റിയിലുള്ളിൽ വന്ന് അത് ബില്ല് ചെയ്തു. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മിനിസയാണ് മൊമോസോ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ ഐറ്റംസൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ട് ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. ഇവിടെ EV ചാർജിങ് സ്റ്റേഷനും അവൈലബിൾ ആണ്, നോർമൽ ചാർജിങ്. പിന്നെ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. മക്ഡൊണാൾഡ്സിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചു, ഒന്ന് റിഫ്രഷായി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.